ഹലോ ഗേസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചക്കടയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് ചക്ക, അരിപ്പൊടി, ശർക്കര ഒക്കെയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ചക്ക വേവിച്ചെടുത്തിക്കണേ. അത് പിന്നെ ഒരു മിക്സിന്റെ ജാർക്ക് ഇട്ടെടുത്തിട്ട് നന്നാക്കി അരച്ചെടുക്കണം. അത് ഇനി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഒരു മിക്സിന്റെ ജാർക്ക് കുറച്ച് പഞ്ചസാരയും ഒരു 4-5 ഏലക്കായി ഇട്ടിട്ട് നന്നാക്കി പൊടിച്ചെടുക്കട്ടോ. ഇനി ആ ചക്ക അരച്ചിക്ക് നമുക്ക് ശർക്കര പാവ് ഒഴിച്ചെടുക്കാം. നമ്മൾ പൊടിച്ച പഞ്ചസാര ഏലക്കായി അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് തേങ്ങയാണ്. ആ തേങ്ങ കൊണ്ട് വാരി വിതറങ്ങട്ട് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നന്നാക്കിയിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അളകട്ടങ്ങട്ടെ അളക്കലൊക്കെ ഒരുവിധം അങ്ങനെ കഴിഞ്ഞപ്പോ നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടി കേട്ടോ. അപ്പൊ അതാണ് ഇട്ട് കൊടുക്കന്നെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പരുവത്തിലാണ് മാവ് വേണ്ടത് കേട്ടോ. മാവ് റെഡി ആക്കണം. ഇനി വേണ്ടത് എന്താണെന്നറിയോ? ഇലയാണ് വേണ്ടത്. അപ്പൊ പൊടിയണിൻ്റെലും വായൻ്റെ ഇട്ട് നമുക്ക് കിട്ടിയിരിക്കണത്. അതും അയൽവക്കാരെ തൊടിയെന്നാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇത് ഇലമംഗലത്തിന്റെ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടാത്തോണ്ട് ഈ ഇലയിലൂടെ അഡ്ജസ്റ്റ് ആക്കി. അപ്പത്തിന് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്തിനറിയോ? തിളക്കട്ടെ അങ്ങോട്ട് ഇതിന് വെച്ച് കൊടുക്കാൻ. അപ്പൊ നമ്മൾ വായൻ്റെ ഇല വെച്ചുകൊണ്ട് നൂൽപുട്ടിന്റെ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇനി നമുക്ക് അടച്ച് വെച്ചാൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി വേണ്ടതാണ് ക്ഷമ. അത് നല്ലോണം വേണമെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, കാരണം നല്ല വേവുണ്ട്. ഇനി നമുക്ക് പൊടിയണിൻ്റെ ഇല ഇതാക്കണ ഇങ്ങനെ മടക്കിക്കാണ്ട് അത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് മാവിട്ട് കണ്ടേ ഇതിൽ ചെമ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കണ്ടാണ്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കേണ്ടതാണ്. ഞാൻ ഗ്യാസ് മേനെ വെക്കണം കേട്ടോ. ഇമ്മനെ കാണാതെ വല്ല വെക്കാണ്. കണ്ടാന്നൊരു ഭൂകമ്പം ഉണ്ടാവും ഇവിടെ. ഏതായാലും ഞാൻ അത് അടച്ച് വെച്ച് കണ്ട് വെയിറ്റ് ചെയ്യും. അപ്പത്തിന് നമ്മുടെ വായൻ്റെ ഇലയിൽ വെച്ച് കൊടുത്താൽ നമ്മളെ ചക്കട റെഡി ആക്കണം കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടേക്കാരം വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ തിന്നോക്കിക്കണേ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചക്ക അല്ലാത്ത ഞങ്ങൾ പെരിയതാക്കുന്നത് 2 ചക്ക ഇനിയുണ്ട്. കണ്ടങ്ങൾ